ഹായ് ഓൾ, സി ലേണിംഗ് ഹബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 PSC നടത്തിയ പരീക്ഷകളുടെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ 10 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം 2025 ജനുവരി 19. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം 2025 ജനുവരി 19. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ കായിക താരമാണ് മനു ഭാക്കർ. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ കായിക താരം മനു ഭാക്കർ. അവരുടെ ഇനമാണ് ഷൂട്ടിംഗ്. സ്വദേശം ഹരിയാന. പ്രീ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി SCERT കേരള തയ്യാറാക്കിയ കൈപ്പുസ്തകമാണ് കളിത്തോണി. പ്രീ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി SCERT കേരള തയ്യാറാക്കിയ കൈപ്പുസ്തകം കളിത്തോണി. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കേരളത്തിലെ നോഡൽ ഏജൻസിയാണ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കേരളത്തിലെ നോഡൽ ഏജൻസിയാണ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. മേക്ക് ഇൻ ഇന്ത്യ വന്നത് 2014 സെപ്റ്റംബർ 25. 2024-25 സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങളാണ്. മികച്ച ഗ്രാമപഞ്ചായത്ത് മണിയൂർ ഗ്രാമപഞ്ചായത്ത് കോഴിക്കോട്. മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് മലപ്പുറം ജില്ല. ഗ്രാമപഞ്ചായത്ത് മണിയൂർ ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് കൊല്ലം, ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് മലപ്പുറം ജില്ല. മികച്ച മുനിസിപ്പാലിറ്റിയാണ് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ. ISRO നിർമ്മിക്കുന്ന ബഹിരാകാശത്ത് പോയി വരാൻ ഉപയോഗിക്കുന്ന വാഹനത്തിന് നൽകിയിരിക്കുന്ന പേരാണ് പുഷ്പക്. ISRO നിർമ്മിക്കുന്ന ബഹിരാകാശത്ത് പോയി വരാൻ ഉപയോഗിക്കുന്ന വാഹനത്തിന് നൽകിയിരിക്കുന്ന പേരാണ് പുഷ്പക്. കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷനാണ് തിരുവനന്തപുരം സെൻട്രൽ. കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം സെൻട്രൽ. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി. സംഗീത നാടക അക്കാദമി വന്നത് 1958 തൃശ്ശൂർ ജില്ലയാണ് ആസ്ഥാനം. 2024 ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്ത സ്ഥലമാണ് പൂനെ. 2024 ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്ത സ്ഥലം പൂനെ. 2024 ഫോബ്സ് മാസികയുടെ ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രാദേശിക ഗ്രാമീണ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. നിലവിൽ വന്നത് 2013 ജൂലൈ 8. ആസ്ഥാനം മലപ്പുറം. താങ്ക്